സി ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചത്. പ്രഖ്യാപനങ്ങളുടെയും ജനക്ഷേമ വാഗ്ദാനങ്ങളുടെയും സമാഹാരമാണ് ധനമന്ത്രി എൻ മാരി വിൽസൺ അവതരിപ്പിച്ച ബജറ്റ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ വലിയ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് ബജറ്റിൽ കൂടുതൽ ഊന്നൽ. വിജയ് സർക്കാരിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ അണ്ണൻ സീർ പദ്ധതിയിലൂടെ അർഹരായ വധുക്കൾക്ക് 1 പവൻ സ്വർണ്ണ നാണയവും പട്ടുസാരിയും നൽകാനായി 812 കോടി രൂപ വകയിരുത്തി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരം നൽകുന്ന തായ്മാമൻ പദ്ധതിക്കായി 560 കോടി രൂപയും അനുവദിച്ചു. ഗർഭിണികൾക്കായി തായ് കെയർ മാതൃസംരക്ഷണ കേന്ദ്രങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി അരൺ ഷെൽട്ടർ ഹോമുകളും സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് റെക്കോർഡ് തുകയാണ് ബജറ്റിൽ മാറ്റിവെച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 44,527 കോടി രൂപയും കോളേജ് വിദ്യാർത്ഥികൾക്കായി വെട്രി മടിക്കണിനി തിട്ടത്തിന് കീഴിൽ ലാപ്ടോപ്പ് വിതരണത്തിന് 2000 കോടി രൂപയും വകയിരുത്തി. ഒപ്പം +1 വിദ്യാർത്ഥികൾക്ക് സൈക്കിളും സുരക്ഷാ ഉപകരണങ്ങളും നൽകാനുള്ള പദ്ധതിയും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇന്നൊവേഷൻ സിറ്റിയായ അറിവകം സ്ഥാപിക്കാനുള്ള നീക്കം സംസ്ഥാനത്തെ യുവജനങ്ങൾക്കും IT മേഖലയ്ക്കും പുതിയ കുതിപ്പേകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന നിലപാട് ബജറ്റിലും സർക്കാർ ആവർത്തിച്ചു. എന്നാൽ കാര്യങ്ങൾ വിശദമായി നോക്കണം. സംസ്ഥാനത്തിന്റെ ആകെ സാമ്പത്തിക ബാധ്യത 13.18 ലക്ഷം കോടി രൂപ. ഇതിൽ നേരിട്ടുള്ള കടം മാത്രം ഏകദേശം 10 ലക്ഷം കോടി രൂപ വരും. ഈ സാഹചര്യത്തിൽ സൗജന്യങ്ങളും ക്ഷേമ പദ്ധതികളും എങ്ങനെ സാക്ഷാത്കരിക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക ഭാരം തന്നെ വലിയ വെല്ലുവിളിയാണ്. ബജറ്റിൽ ലക്ഷ്യമിടുന്ന അധിക വരുമാനത്തിനായി മദ്യവിൽപ്പന സെസ് പോലെയുള്ള മാർഗങ്ങളെ ആശ്രയിക്കുന്നത് ഭാവിയിൽ കടുത്ത വിമർശനങ്ങൾക്കും വിലക്കയറ്റത്തിനും പോലും കാരണമായേക്കാം. പ്രഖ്യാപിച്ച പദ്ധതികൾ തടസ്സങ്ങളില്ലാതെ താഴെത്തട്ടിൽ എത്തിക്കുക എന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ച് മറ്റൊരു അഗ്നിപരീക്ഷയായിരിക്കും. അഴിമതിരഹിത ഭരണമെന്ന വാഗ്ദാനം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കാലം തെളിയിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതാണ് ജനനായകന്റെ ബജറ്റെങ്കിൽ ഈ സ്വപ്ന പദ്ധതികളെല്ലാം സർക്കാർ എങ്ങനെ യാഥാർത്ഥ്യമാക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തമിഴകത്ത് പുതിയ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ ഭാവി.